കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജയിൽ ആസ്ഥാനത്തെ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യും. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെ നിരവധി പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് വിനോദ് കുമാർ പണം വാങ്ങിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിനോദ് കുമാർ നടത്തിയ അനധികൃത ജയിൽ സന്ദർശനത്തിലെ റെക്കോർഡുകൾ ജയിൽ വകുപ്പ് മേധാവി നടപടി എടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം വിനോദിനെതിരായ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി PS ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഒരു DIG കൈക്കൂലിപ്പണം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അനധികൃതമായി ജയിൽ സന്ദർശനം നടത്തുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണരാജ്, 2 ദിവസമായി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ പോലീസിനെയും അതുപോലുള്ള അവരെ സംരക്ഷിക്കുന്ന ആൾക്കാരെയും കുറിച്ചുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ DIG ജയിൽ മേധാവിയായ DIG വിനോദ് കുമാറിനെതിരെ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അദ്ദേഹത്തിനെതിരെയായിട്ടുള്ളൊരു ഇത് പുറത്തു വരുന്നത് ഒരു കള്ളത്തരം. അത് അദ്ദേഹം കൊടിസുനി അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അതുപോലെ മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന പ്രതികളിൽ നിന്നുമൊക്കെ അവരുടെ ബന്ധുക്കളിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങി എന്നുള്ളതായിരുന്നു ആദ്യം അദ്ദേഹത്തിനെതിരായി വന്ന ഒരു പരാമർശം എന്ന് പറയുന്നത്. ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മറ്റ് വീഴ്ചകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഇന്നലെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി, വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇദ്ദേഹം മേധാവി ആയിരുന്ന സമയത്ത് അവിടെ ഔഷധ സസ്യ കൃഷി എന്ന് പറയുന്ന ഒരു കൃഷി ഇദ്ദേഹം കൊണ്ടുവരികയും അതിൽ നിന്ന് 2.5 ലക്ഷം രൂപയിലധികം ഇദ്ദേഹം അതിൽ നിന്ന് മറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം ഈ ഒരു കൊടിസുനി, TP വധക്കേസിന്റെ മുഖ്യപ്രതിയാണ് കൊടിസുനി. അതുപോലെ മറ്റ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പ്രതികൾ, നിരവധി പ്രതികൾ രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി ജയിലിനകത്ത് അത്രയും സൗകര്യത്തിൽ ജീവിക്കുന്ന പ്രതികൾക്കൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ നൽകാനും അതുപോലെ തന്നെ ഇവർക്ക് പരോൾ നൽകുന്നതിനും വേണ്ടിയിട്ട് ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് 35 ലക്ഷത്തോളം രൂപയാണ് വിനോദ് കുമാർ കൈക്കലാക്കിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും 40 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് വന്ന പണത്തിന്റെ സോഴ്സ് ഒക്കെ തന്നെ പരിശോധിച്ച് വരികയാണ് വിജിലൻസ്. ഇന്നലെ വിജിലൻസ് ഡയറക്ടർ ഈ വിനോദ് കുമാറിനെതിരായുള്ള റിപ്പോർട്ട്, അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പോലീസിന് ഹാജരാക്കിയിരുന്നു. ശേഷം ഇന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ, കൃത്യസമയത്ത് ജയിലിൽ എത്താതിരിക്കുക, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യസമയത്ത് ചെയ്യാതിരിക്കുക എന്നിങ്ങനെ പറയുന്നുള്ള നിരവധി കാര്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ആഭ്യന്തര വകുപ്പിനോടും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അതിനെതിരായി ഒരു കത്തൊക്കെ നൽകിയതാണ് 2022. ഈ ഒരു കത്ത് അപ്പോഴത്തെ ജയിൽ മേധാവി ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ മറ്റുയർന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ ഇതിനെതിരെ ഇതുവരെയും ആ ഒരു കത്ത് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ ഈ കത്ത് ആരാണോ നൽകിയത്, ഈ ഒരു പരാതി ആരാണോ ആ ജയിൽ മേധാവി നൽകിയത്, ആ ജയിൽ മേധാവി വിരമിക്കാൻ വെറും 3 മാസമുള്ളപ്പോൾ അദ്ദേഹത്തെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. കാരണം 1ാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇദ്ദേഹത്തിനെതിരെ നിലനിന്ന് വന്നിരുന്ന കുറെ കുറ്റങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചകളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും, കൃത്യമായി പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു വന്നത്. പിണറായി സർക്കാരാണ് ഇദ്ദേഹത്തെ തുടക്കം മുതലേ സംരക്ഷിച്ചു വരുന്നത്. ഇപ്പോഴും വിരമിക്കാൻ ഇനി വെറും 4 മാസം മാത്രമാണ് വിനോദ് കുമാറിനുള്ളത്. ഇനിയും അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു തീരുമാനം എന്നുള്ളതൊക്കെ തന്നെ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. വിജിലൻസ് ഡയറക്ടർ ഇന്നലെ റിപ്പോർട്ട് കൈമാറിയിരുന്നു. ശേഷം മറ്റു നടപടികൾ എന്തൊക്കെയാണ്, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റു നടപടിയൊക്കെ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പ് എല്ലാ തെളിവുകളും പൂഴ്ത്തി വെച്ചതുപോലെ ഈ തെളിവുകളും പൂഴ്ത്തി വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നൊക്കെ കൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൃഷ്ണരാജ്, കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജയിലാസ്ഥാനത്തെ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യും. ഇന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു SP ശ്രീനന്ദ.